പ്രിയമുള്ളവരെ, ആനന്ദം യൂട്യൂബ് ചാനലിലേക്ക് ഏവരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ ചാനല് ആദ്യമായിട്ട് കാണുകയും കേൾക്കുകയും ചെയ്യുന്നവര് ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ചാനലാണിത്. 2024 ഡിസംബർ 25-ാം തീയതി അഭിമന്യ പാമ്പ്ളാനി പിതാവ് ഉദ്ഘാടനം ചെയ്ത് ആശീർവദിച്ച് ആരംഭിച്ച ഒരു ചാനലാണിത്. ഇതൊരു പ്രത്യേക ലക്ഷ്യത്തോടുകൂടിയാണ് ഈ സമൂഹത്തിൽ കാണുന്ന തിന്മകൾക്കെതിരെ പ്രതികരിക്കുകയും ഈ സമൂഹത്തിലെ നന്മകളുടെ സമൂഹത്തിൽ ഉയർത്തി കാണിക്കുകയും എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ ചാനൽ ആരംഭിച്ചിരിക്കുന്നത്. പ്രത്യേകപരമായിട്ട് ഈ സമൂഹത്തിൽ മാതൃകാപരമായി അനുകരിക്കാൻ പറ്റുന്ന വ്യക്തികളെ കണ്ടുപിടിച്ച് അവരെ ഈ ചാനലിലൂടെ പൊതുജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യവും ഇതിനുണ്ട്. തിന്മയ്ക്കെതിരെ പ്രതികരിക്കുക, അതുപോലെ തന്നെ കത്തോലിക്ക വിശ്വാസ സംഹിതകൾക്കെതിരെ പ്രതികരിക്കുകയും സഭയെ അവഗണിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്കും സമൂഹങ്ങൾക്കും എതിരെ ഈ ചാനലിലൂടെ നിരവധി പ്രാവശ്യങ്ങൾ പ്രതികരിക്കുകയും സത്യത്തിന് നീതിക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്ന ഒരു ചാനലാണ്. ഇപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ന് ഞാൻ ആയിരിക്കുന്നത് നമ്മുടെ പേരാവൂർ നിയോജകമണ്ഡലത്തിന്റെ MLA ബഹുമാനപ്പെട്ട സണ്ണി സാറിന്റെ ഭവനത്തിലാണ്. നമുക്കറിയാം, അദ്ദേഹം KPCCയുടെ പുതിയ പ്രസിഡന്റാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹത്തെ കേരളത്തിലുള്ള മുഴുവൻ ആളുകൾക്കും, പ്രത്യേകിച്ച് പേരാവൂർ നിയോജകമണ്ഡലത്തിലെ പ്രിയങ്കരനായ വ്യക്തി എന്ന കൊച്ചു പിച്ച് അടച്ച എല്ലാ മനുഷ്യർക്കും അദ്ദേഹത്തെ അറിയാം. അദ്ദേഹത്തിനും അതുപോലെ തന്നെ ഓരോരുത്തരുടെ പേര് ചൊല്ലി വിളിക്കാൻ അത്രമാത്രം ബന്ധമുള്ള വ്യക്തിത്വത്തിന്റെ ഉടമയാണ് സണ്ണി സാറിനെ ഞാൻ ആദ്യമായിട്ട് ഈ ആനന്ദ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ആദ്യമായിട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഞാനിപ്പോൾ ഈ ഭവനത്തിൽ വന്നപ്പോൾ നിരവധി സമ്മാനങ്ങൾ, ട്രോഫികളും ഷീൽഡുകളും ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ സാറിന് വളരെ അംഗീകാരങ്ങൾ കിട്ടിയിട്ടുള്ള ഒരു തെളിവാണ്. ഇപ്പൊ സാറിനോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, സാറിന് പല അവാർഡുകൾ കിട്ടിയിട്ടുണ്ടെങ്കിലും അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും സാറിന്റെ ഹൃദയത്തിൽ തട്ടി എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം ഒന്ന് പറയാൻ പറ്റുമോ? എനിക്കങ്ങനെ ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടില്ല. സമ്മാനങ്ങളൊക്കെ ഓരോ സ്ഥലത്ത് പരിപാടികളിൽ പോകുന്നു, അവർ തരുന്നതാണ്. കുറച്ചുപേര് ആദരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വേണ്ടതിനായിട്ടില്ല എന്ന് പറയും. എനിക്ക് ചെറുപടിയിലൊരു ഫംഗ്ഷനിൽ നല്ല പൊതുപ്രവർത്തകൻ എന്നൊരു അവാർഡ് അന്ന് വലിയോട്ടൻ പിതാവ് നൽകിയത് ഞാൻ ഓർമ്മിക്കുകയാണ്. അന്ന് നല്ല ഡോക്ടർക്കുള്ള അവാർഡ് നമ്മുടെ ഇരിട്ടിയിലെ ആൻഡ്രോ ഡോക്ടർ നല്ല പൊതുപ്രവർത്തകനുള്ള അവാർഡ് എനിക്കും കിട്ടിയത് ഞാൻ വളരെ നന്ദിയോട് അത് ചെറുപുഷ്പമിഷയിലേക്ക് ഈ സമൂഹത്തിൽ വളർന്നു വരുന്ന വ്യക്തികളെ മാതൃകാപരമായ രീതിയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മാതൃകയാകുന്നതിന് വേണ്ടി രൂപതയിൽ നിന്ന് നൽകുന്ന അവാർഡ്. അന്ന് ആ മീറ്റിങ്ങില് ഞാനും ഉണ്ടായിരുന്നു. പ്രത്യേകം ഞാൻ MLA അഭിനന്ദിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം MLA സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടെ ഈ 15 വർഷക്കാലമായിട്ട് ഈ മണ്ഡലത്തില് അതിന്റെ വികസനത്തിന് വേണ്ടി തങ്ങൾ കഴിയുന്ന രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം പ്രതിപക്ഷത്തിരിക്കുന്ന MLAക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളും ഭരണപക്ഷത്തിരിക്കുന്ന ചില MLAക്ക് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. പക്ഷെ പ്രതിപക്ഷത്തിരിക്കുന്ന MLA എന്നുള്ള നിലയ്ക്ക് ആത്മാർത്ഥമായിട്ട് ഈ മണ്ഡലത്തില് അങ്ങ് പ്രവർത്തിച്ചിട്ടുള്ള കാര്യം വളരെ വ്യക്തമായ കാര്യങ്ങളാണ്. നിയമസഭയിലാണെങ്കിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരിക്കൽ പോലും ആബ്സെന്റ് കൂടാതെ തന്റെ കടമ അവിടെ പോയി നിർവഹിക്കുകയും പറയാനുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അവിടുന്ന് സംസാരിക്കുകയും ചെയ്തതായി കാണുന്നുണ്ട്. എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, അദ്ദേഹത്തിന് ഈ 15 വർഷത്തെ പ്രവർത്തനങ്ങളൊക്കെ ഒരു ചുരുങ്ങിയ വാക്കുകളുടെ ഒരു പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒന്ന് വിശദീകരിക്കാവോ? ഞാൻ നമ്മുടെ നാടിന്റെ വികസന ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പരിശ്രമിച്ചിട്ടുണ്ട്. കുറേ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇരിട്ടി താലൂക്ക്, ഇരിട്ടി സപ്ലൈ ഓഫീസ്, ഇരിട്ടി ജോയിന്റ് RTO ഓഫീസ്, ഇരിട്ടി മുനിസിപ്പാലിറ്റി, ലാൻഡ് ട്രൈബ്യൂണൽ ഓഫീസ്, സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസ്. നമ്മുടെ റോഡുകൾ എന്തായിരുന്നു അവസ്ഥ 2011? ഇപ്പോഴൊരു 15 വയസ്സ്, 18 വയസ്സ്, 20 വയസ്സുള്ള കുട്ടികൾ അത് ഓർമ്മിക്കണമെന്നില്ല. തലശ്ശേരി മുതൽ കൂട്ടോട് വരെയുള്ള 7 പാലങ്ങൾ, 7 വീഴും എന്ന് പറഞ്ഞ പത്രങ്ങളിലെ പരമ്പര തന്നെ വന്നിരുന്നു. ആ റോഡ് ഗതാഗത യോഗ്യമായിരുന്നില്ല. ഇരിട്ടി റോഡ് ഗതാഗത യോഗ്യമായിരുന്നില്ല. കുട്ടിയൂർ റോഡ് ഗതാഗത യോഗ്യമായിരുന്നില്ല. മലയോര റെയിൽവേ നിർമ്മിച്ചിരുന്നില്ല. ഒരുപാട് കിലോമീറ്റർ റോഡുകൾ, പ്രത്യേകിച്ച് തലശ്ശേരി കൂട്ടുപുഴ കൊട്ടിയൂർ റോഡെല്ലാം വളരെ നവീകരിക്കാൻ വേണ്ടി സാധിച്ചു. ഗ്രാമീണ റോഡുകൾ നവീകരണത്തിന് വേണ്ടി സാധിച്ചു. വൈദ്യുതി വിതരണ രംഗത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ പള്ളിത്തോട്ടിലെ സെക്ഷൻ ഓഫീസ്, പേരാവൂരിലെ
സബ് സ്റ്റേഷൻ ഇതെല്ലാം തുടങ്ങാൻ സാധിച്ചു. ഇരിട്ടിയിൽ സബ് ഡിവിഷൻ ഓഫീസിന് കെട്ടിടം പണിതു. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ. ആർമ ഫാമിൻ്റെ വികസനത്തിന് വേണ്ടി ബൃഹത്തായ ഒരു പദ്ധതി നബാർഡിൻ്റെ സഹായത്തോടുകൂടി ആ പദ്ധതിക്ക് തുടക്കം കുറിച്ച് പൂർത്തീകരണത്തിൻ്റെ വക്കിലാണ്. ആന മുതൽ വളയഞ്ചാൽ അടയ്ക്കാത്തോട് 13 കോടി രൂപയുടെ 13 കിലോമീറ്റർ ആന മുതൽ ഈ പാർലത്ത് വീണ്ടും ആന മുതലിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. 3 സ്കൂളുകളെ ഹൈസ്കൂളുകളെ പേരാവൂർ ഹൈസ്കൂൾ ജിമ്മി ജോർജ് പഠിച്ച ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ആയിരുന്നില്ല. കുന്നൂത്തും ആർമ ഫാമിലും 3 ഹൈസ്കൂളുകളെ ഹയർ സെക്കൻഡറി സ്കൂളുകളാക്കാൻ സാധിച്ചു. കാക്കയങ്ങാട് പോലീസ് സ്റ്റേഷൻ കൊണ്ടുവരാൻ സാധിച്ചു. അങ്ങനെ മലയോര ഹൈവേയോടൊപ്പം തന്നെ പ്രളയത്തിൽ തകർന്ന 53 പഞ്ചായത്തിനാണ് ഏറ്റവും പ്രളയത്തിലെ നഷ്ടമുണ്ടായത്. പ്രളയത്തിന്റെ പുനർസൃഷ്ടിയുടെ ഭാഗമായിട്ട് റീബിൽഡ് കേരള പദ്ധതിയിൽ എഴുന്നൂർ കമ്പനി നിരത്ത് പാലത്തിനടവ് റോഡ് ലോക നിലവാരത്തിൽ നവീകരിക്കാൻ സാധിച്ചു. അങ്ങനെ എടുത്തു പറഞ്ഞാൽ തീരാത്ത ഒരുപാട് കാര്യങ്ങൾ. കൂട്ടുപുഴ പാലം വലിയ തടസ്സമായിരുന്നു. കർണാടകത്തിൽ 10 പ്രാവശ്യത്തിലേറെ ബാംഗ്ലൂരിൽ പോയി ആ പാലത്തിന്റെ നിർമ്മാണത്തിലെ തടസ്സങ്ങൾ നീക്കി. കച്ചേരിക്കടവ് പാലം, ചുങ്കക്കുന്ന് പാലം, അതുപോലെ ആർമ ഫാമിലേക്കുള്ള ഓട്ടത്തോട് പാലം, പടയഞ്ചാൽ പാലം, തൊണ്ടി പാലം വളരെ പുരാതനമാണെങ്കിൽ പോലും പഴയതായിരുന്നു. വെള്ളം കയറി വെത്തി ഒഴുകുന്ന കാലഘട്ടമായിരുന്നു. ഇപ്പൊ തൊണ്ടി പാലം പുനർനിർമ്മിച്ചു. അങ്ങനെയുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ആളുകൾ ആവശ്യപ്പെട്ടതനുസരിച്ച്. താലൂക്കിന്റെ കാര്യം പറയുമ്പോൾ ആളുകളായിരിക്കും താലൂക്ക് എന്താണ്. ഇരിട്ടി താലൂക്കില് ഉണ്ടായിട്ടെങ്കിൽ തലശ്ശേരി താലൂക്കിലെ ഒരാൾ ആർമത്ത് നിന്നോ അയ്യമ്പൂരിൽ നിന്നോ ഒട്ടിയൂരിൽ 75-80 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടുണ്ട് താലൂക്ക് ആസ്ഥാനത്തെത്താൻ. കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിൽ 7 വില്ലേജാണ് ഉണ്ടായിരുന്നത്. തലശ്ശേരി 48 വില്ലേജായിരുന്നു. കുന്നത്തൂരിൽ 1.5 ലക്ഷം ജനങ്ങളുള്ളപ്പം തലശ്ശേരി 10 ലക്ഷം ജനങ്ങളായിരുന്നു. കുന്നത്തൂരിലെ 136 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയായിരുന്നെങ്കിൽ തലശ്ശേരിയിലത് 1205 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയായിരുന്നു. ആ അസന്തുലിതാവസ്ഥ, ആ അനീതിക്കെതിരെയാണ് ഞാൻ നിയമസഭയിൽ സംസാരിച്ചത്. വന്യമൃഗ ശല്യത്തിനെതിരെ 10 തവണയെങ്കിലും ഞാൻ ഈ 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. 2 അടിയന്തര പ്രമേയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് ആവശ്യങ്ങൾ ആ കാര്യത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പരിഹാരത്തിന് വേണ്ടി സമരങ്ങൾ നടത്തിയിട്ടുണ്ട്, സമ്മർദ്ദങ്ങൾ നടത്തിയിട്ടുണ്ട്, ചർച്ചകൾ നടത്തിയിട്ടുണ്ട്, നിവേദനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഏതാവശ്യവും ന്യായമായ ഏതാവശ്യവും ജനങ്ങൾ പറഞ്ഞാൽ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ സുഖദുഃഖങ്ങളിൽ പങ്കെടുത്തു. വെള്ളപ്പൊക്കം, ഇരിട്ടിയിലെ വെള്ളപ്പൊക്കം 2012 ആ വെള്ളപ്പൊക്കത്തിൽ ഒരുപാട് നാശങ്ങളുണ്ടായി. 7 മന്ത്രിമാർ ഉമ്മൻചാണ്ടി ഉൾപ്പെടെ ഇവിടെ വന്നു. ആവശ്യപ്പെട്ട എല്ലാ പരിഹാര നിർദ്ദേശങ്ങളും നമ്മൾ സമർപ്പിച്ചു. അതിനെല്ലാം അംഗീകാരം നൽകി. അതെല്ലാം നടപ്പിലാക്കി. എന്നെ സംബന്ധിച്ച് ഈ അടുത്ത ദിവസങ്ങളിൽ ഈ താലൂക്ക് ബഹുമാനപ്പെട്ട യുവകനായ മാണിസാറിന്റെ കാലഘട്ടത്തിലാണ് അന്ന് അദ്ദേഹമാണ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹത്തിലൂടെയാണ് അന്ന് ഇത് മേടിച്ചെടുത്തത്. മാണിസാറിന് തരാൻ തയ്യാറുണ്ടായിരുന്നു. പക്ഷെ ചില വാർത്താമാധ്യമങ്ങളിലൂടെയൊക്കെ സാറിന് ഒരു പങ്കുമില്ലാന്ന് പ്രചരിപ്പിക്കുകയാണ്. സാറിന് പങ്കെടുന്ന് എനിക്കറിയാം. കാരണം ആ കാലഘട്ടത്തിൽ അതിനോട് പ്രവർത്തിക്കുകയും അതിനുവേണ്ടി പോവുകയും കഷ്ടപ്പെടുകയും ഞാൻ കണ്ടതാണ്. പക്ഷെ അതിന് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയല്ല എന്ന് പറയുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ ചിലർ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി നിസാറിന് യാതൊരു പങ്കുവരുന്ന ഗണേശന്റെ പത്രത്തിലൊക്കെ കണ്ടിയായി. അതിനുവേണ്ടി സാധാരണ പറയാറുണ്ട്. അത് അവർക്ക് തന്നെയാണ്, അവരുടെ മനസാക്ഷിയിൽ അറിയാം. മാണിസാറും ഉമ്മൻചാണ്ടി സാറും അടൂർ പ്രകാശ്, മാണിസാറിന്റെ വകുപ്പല്ല, അതും പറയാം, റവന്യൂ വകുപ്പാണ്. താലൂക്ക് എന്ന് പറയുന്ന റവന്യൂ വകുപ്പ്. അടൂർ പ്രകാശാണ് അതിന്റെ മന്ത്രി. പക്ഷെ ബഡ്ജറ്റ് പുസ്തകത്തിലാണ് പ്രഖ്യാപിക്കുന്നത്. അങ്ങനെയാണ് ധനകാര്യ വകുപ്പിന്റെ അനുമതിയോടെ ഈ പദ്ധതിയും വരുള്ളൂ. മാണിസാറ് ഇവിടെ വന്ന് പറഞ്ഞാൽ ഇരിട്ടി താലൂക്ക് അനുവദിച്ചുകൊണ്ട് കേരളത്തിൽ 11 താലൂക്ക് വേറെ വന്നു. എനിക്ക് ഈ റവന്യൂ വകുപ്പിന്റെ സംഘടന, എനിക്ക് റവന്യൂ സ്റ്റാഫ് ഓർഗനൈസേഷൻ സംഘടന അസോസിയേഷൻ, അവരവരുടെ സംസ്ഥാന സമ്മേളനം തൊഴിലൂടെ നടക്കുമ്പോൾ എന്നെ വിളിച്ച് അവരൊരു സ്വീകരണം നൽകി. കാരണം കേരളത്തിൽ ഈ താലൂക്കിന് വേണ്ടി പരിശ്രമിച്ചു. എനിക്ക് താമരശ്ശേരി താലൂക്കിന്റെ ഉദ്ഘാടന സമയത്ത് എന്നെ അവിടെ വിളിച്ചു. മഞ്ചേശ്വരം തന്നെ വിളിച്ചു. കേരളം മുഴുവൻ അറിയാം അതിനു വേണ്ടി ആരാ പരിശ്രമിച്ചത്. നിയമസഭാ രേഖയിലുണ്ട്. ഞാൻ ആദ്യത്തെ പ്രസംഗം അതായിരുന്നു. കാർത്തികേയൻ എന്നെ പ്രത്യേകം അഭിനന്ദിച്ച് സംസാരിച്ചു, അന്നത്തെ സ്പീക്കർ. ഉമ്മൻചാണ്ടി സാർ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ താൻ അതിനെ പഠിച്ചൊരു നിർദ്ദേശം തരാൻ പറഞ്ഞു. ഗവൺമെന്റ് ഔദ്യോഗിക കമ്മീഷൻ അല്ലെങ്കിലും രാഷ്ട്രീയ കമ്മീഷൻ ഞാനായിരുന്നു, എല്ലാവർക്കും അറിയാം. അടൂർ പ്രകാശ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം റവന്യൂ മന്ത്രിയാണ്, അദ്ദേഹമാണ് താലൂക്കിന്റെ മന്ത്രി. പക്ഷെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ കോന്നി നിയോജകമണ്ഡലത്തിൽ താലൂക്ക് അനുവദിക്കാൻ കാരണക്കാരൻ സന്നിവേശമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ എന്താ പറയണ്ടേ? സാറിനെ ഞാൻ വ്യക്തിപരമായിട്ട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സാറിന്റെ ചില വ്യക്തിത്വത്തെ സംബന്ധിച്ചാണ് ഞാൻ ഈ സമയത്ത് അനുസരിക്കുക. എത്ര എതിരാളികളാണെങ്കിലും
എതിരാളികളോട്, രാഷ്ട്രീയ എതിരാളോട് സംസാരിക്കുന്നെങ്കിൽ സാർ ഒരിക്കലും പക്വത വിട്ട് സംസാരിച്ചിട്ടില്ല. എല്ലാവരെയും ബഹുമാനിക്കുകയും എല്ലാവരെയും ആദരിക്കുകയും എല്ലാവരോടും സന്തോഷത്തോടെ പെരുമാറുന്ന ഒരു രക്ഷയാണ്. അതുപോലെ തന്നെ ഞാൻ ക്രൈസ്തവ ചാനലിന്റെ കൂടെ ആളാണ്. ഞാൻ യൂട്യൂബ് ചാനൽ. സാർ എല്ലാ മതവിശ്വാസികളെ അംഗീകരിക്കുകയും എല്ലാവരുടെ സ്നേഹവും സമ്പാദിക്കുകയും എല്ലാവരുടെ ആഘോഷ പരിപാടി പങ്കെടുക്കുകയും എല്ലാവരെയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. പക്ഷേ ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് ക്രൈസ്തവ ജീവിതത്തിന്റെ മുഖമുദ്ര സമൂഹത്തിൽ ഉയർത്തി കാണിച്ചിട്ടുണ്ട്. അതിന് മകനീയ ദേവാലയങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് ഞായറാഴ്ചകളിലാണെങ്കിലും ഞങ്ങളുടെ ഈ ഇരിട്ടി ഇടവകയിലെ ഈ വാർഡിലെ പ്രാർത്ഥനാ കൂട്ടായ്മയിലൊക്കെ നാം വരികയും പ്രാർത്ഥിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ഒരു മടിയും കൂടാതെ ഇരിക്കുകയും ചെയ്യുന്ന ഒരു മാതൃകാപരമായ ഒരു പ്രവർത്തനത്തിന്റെ ഉടമയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെയുള്ള ആളുകളെ തെരഞ്ഞുപിടിച്ച് സമൂഹത്തിന് മുമ്പിൽ ഉയർത്തി കാണിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ചാനലാണ്. അതാണ് ഞാനിന്ന് യൂട്യൂബ് ചാനലിന്റെ സവിശേഷത. ഈ നമ്മുടെ കേരള നിയമസഭയിലെ പല വ്യക്തിത്വങ്ങളും നല്ലവരായിട്ടുള്ളവരുണ്ട്. പക്ഷെ നമ്മുടെ പ്രസംഗവും പ്രവൃത്തിയും നമുക്കെപ്പോഴും രാഷ്ട്രീയ ജീവിതത്തിന് രണ്ട് മുഖങ്ങളുണ്ടാകാൻ പാടില്ല. നമ്മൾ പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ കാണിക്കണം. അതുപോലെ തന്നെ ഇത്രയും കാലങ്ങളൊക്കെ സാറിനെ പറ്റി ഒരു അഴിമതി ആരോപണം ഞാൻ കേട്ടിട്ടില്ല. എതിരാളികൾ പോലും എത്ര നന്നായിട്ട് തുടങ്ങിയിരുന്ന അവരെ താരടിക്കാൻ അഴിമതി ആരോപണങ്ങളുടെ കുപ്രചരണം നടന്നിട്ടാണ് സാറിനെ പറ്റി അത് കേട്ടിട്ടില്ല. കാരണം സാറിന് ആ രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനം നീങ്ങുമെന്ന് ഈ പേരാവൂർ നിയമത്തിൽ ഒരാൾ വിശ്വസിക്കുകയില്ല. ഞാൻ പിന്നെ ഇവിടെ ഇരിക്കുമ്പോൾ ഈ വീട്ടിലിരിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ നോക്കുക. സാർ ഒരു വീട് പണിതിരുന്നത് അത് വളരെ ഒരു പെട്ടെന്ന് ഒരു കയറി കൂടാനായിട്ട് ഒരു വീട് ആ സാർ കുറെ നാളുകൾ അധികം നാട് താമസിച്ചാൽ വിറ്റു. അപ്പൊ ഞാൻ അന്ന് സാറിന് ചോദിച്ചു, സാറേ തന്നെ വിറ്റ് നിങ്ങൾ നോച്ചാൽ കടബാധ്യതകൾ കാരണം. അപ്പൊ ആ കടബാധ്യത ഒരു MLA എന്നുള്ള നിലയ്ക്ക്, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഒരു കടബാധ്യതകൾ ഇന്നത്തെ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉണ്ടാകേണ്ട കാര്യമില്ല. അവരാളുടെ നിന്ന് ചൂഷണം ചെയ്യാനും അവരെ നിന്ന് അന്യതരമായ ഫണ്ട് സ്വീകരിക്കാനും സാർ ഇതുവരെ മുതിർന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തകർ നോക്കി കാണുമ്പോൾ അവർക്കും രാഷ്ട്രീയം പറയാൻ പറ്റില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സാറിന് അഭിനന്ദനീയമാണ്. അപ്പൊ അതിനെ സംബന്ധിച്ച് ആ സാറിനെ ഞാൻ അംഗീകരിക്കുക, മറ്റുള്ളവരെ ഉയർത്തി കാണിക്കുക. ഇങ്ങനെയുള്ള പൊതുപ്രവർത്തകരെ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരണം. പ്രത്യേകിച്ച് ക്രൈസ്തവ വിശ്വാസി എന്ന നിലയ്ക്ക് യേശുക്രിസ്തു പറഞ്ഞത് നിങ്ങളുടെ പ്രവർത്തനങ്ങള് മറ്റുള്ളവരുടെ മുമ്പിൽ ഉയർത്തി കാണിക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് തുല്യമാണ്. ഇപ്പൊ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അവിടെ നിന്നുകൊണ്ട് ഈ സമൂഹത്തിലെ വരും തലമുറകളുടെ എന്തായിരിക്കണം രാഷ്ട്രീയ പ്രവർത്തകന് മുഖമുദ്രായെന്ന് തങ്ങളുടെ ജീവിതത്തിലൂടെ എടുത്ത് കാണിച്ചിട്ടുള്ളൊരു MLA ആണ് സണ്ണിസാർ എന്ന് പറയുവാൻ, പേരാവൂർ നിയമമണ്ഡലത്തിലെ ഒരു വോട്ടർ എന്ന നിലയ്ക്ക് പറയുവാൻ എനിക്ക് സന്തോഷമുണ്ട്. സാറിനെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുക. ഈ ചാനല് കേട്ട ആളുകളോട് ഒരിക്കൽ കൂടി ഞാൻ പറയുക, ഇതുപോലുള്ള ആളുകളെ നമ്മൾ ഇനിയും കണ്ടെത്തി പൊതുജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും മറ്റുള്ളവരുടെ മുമ്പിൽ മാതൃകാപരമായിട്ട് പ്രവർത്തിക്കുന്നവരെ നമ്മൾ ഉയർത്തി കാണിച്ച് അവരെ വളർത്തുകയും ചെയ്യുന്ന ഒരു ലക്ഷ്യം ഈ ചാനലിനുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് ഈ ചാനൽ ഒരിക്കൽ കൂടി നിങ്ങളോട് പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളോട് ഇത്രയും സമയം ഈ തിരക്കിനിടയ്ക്ക് സംസാരിക്കുവാനും സമയം കണ്ടെത്തി ഇരിക്കുവാനും തയ്യാറായ സണ്ണി സാറിന് പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. ശരി, നമസ്കാരം.